ശാരീരിക അസ്വസ്ഥതയുണ്ടെന്ന് പറഞ്ഞ് തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ മല്ലു ട്രാവലർ പോസ്റ്റ് ഇട്ടിരുന്നു. ഇപ്പോൾ അതിന് വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ്. ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട പല ഘട്ടങ്ങളിലും താൻ ഒറ്റയ്ക്കായിരുന്നു. തനിച്ചുള്ള ജീവിതത്തിൽ മറ്റൊരാളോട് സംസാരിക്കാനുള്ള ഒരേ ഒരു കൂട്ട് ക്യാമറയായിരുന്നു. കഴിഞ്ഞ 7 വർഷമായി താൻ ഏറ്റവും അധികം സംസാരിച്ചിട്ടുള്ളത് ഫോളോവേഴ്സിനോടാണ്. നിരന്തരമായ വ്ളോഗിങ്ങിലൂടെ വീണ്ടും ഏകാന്തതയിലേക്ക് വീണു. അകം വല്ലാതെ ശൂന്യമായി. പലതും സംസാരിക്കാനുണ്ടെങ്കിലും കേൾക്കാൻ ആളില്ലാത്ത അവസ്ഥ. പതിയെ മാനസികമായി തളർന്നു. തളർച്ചയും തകർച്ചയും ആഗ്രഹിക്കുന്നവർക്ക് മുന്നിൽ തോൽക്കാതിരിക്കാൻ പരമാവധി പിടിച്ചു നിന്നു. അങ്ങനെയാണ് ഒരു ബ്രേക്ക് എടുത്താലോ എന്ന ചിന്ത മനസ്സിലേക്ക് വരുന്നത്. ശാരീരിക അസ്വസ്ഥതകളുണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് അങ്ങനെയാണെന്ന് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ട വീഡിയോയിലൂടെ മല്ലു ട്രാവലർ പറഞ്ഞു. ആ സമയങ്ങളെയും അതിജീവിക്കുന്നത് യാത്രകളിലൂടെയാണ്. സൗത്ത് ഏഷ്യയിലെ പല രാജ്യങ്ങളിലൂടെ കറങ്ങി നടന്നു. മാനസികമായി പ്രയാസങ്ങളുണ്ടായതിനാൽ അത്ര സുഖകരമായിരുന്നില്ല ആ നാളുകളിലെ യാത്രകളൊന്നും. തിരികെ വീണ്ടും ഏകാന്ത ജീവിതത്തിലേക്ക്. ജീവിതത്തിലെ പല സംഭവങ്ങളും പങ്കുവയ്ക്കാൻ കൂട്ടിനൊരാളില്ലാത്തതാണ് തന്റെ പ്രധാന പ്രശ്നമെന്നും ഷാക്കിർ പറയുന്നു. മാനസികാരോഗ്യ വിദഗ്ധനെ സമീപിച്ചെങ്കിലും പ്രയോജനമുണ്ടായില്ല. കാര്യങ്ങൾ പിന്നെയും കൈവിട്ടു പോകുമെന്ന ഘട്ടത്തിലെത്തിയപ്പോൾ എല്ലാം മടുത്തു താൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായും വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ആത്മഹത്യാ ശ്രമത്തിനും 10 ദിവസത്തെ സോഷ്യൽ മീഡിയ വനവാസത്തിനുമൊടുവിൽ ഇന്നാണ് ഫോൺ കയ്യിലെടുക്കുന്നത്. ജീവിതത്തിൽ പണം കൊടുത്താൽ എന്തും നേടാമെന്നത് വെറും മിഥ്യാധാരണയാണെന്നും സന്തോഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായ സൗഹൃദം നിലനിർത്തുകയാണ് ജീവിതം പകർന്നു നൽകിയ പാഠമെന്ന് ഷാക്കിർ അഭിപ്രായപ്പെടുന്നു. ആവർത്തിക്കാൻ പാടില്ലാത്ത ഒരു തെറ്റുപറ്റി. തനിക്ക് ആരുമില്ല എന്നാണ് കരുതിയത്. എന്നാൽ തന്നെ ഒരുപാട് ആളുകൾ തിരക്കിയെന്നറിഞ്ഞപ്പോൾ സന്തോഷമായെന്നും ഇനിയും ഇവിടെ തന്നെ കാണുമെന്നും മല്ലു ട്രാവലർ വീഡിയോയിൽ പറഞ്ഞു.